പ്രോട്ടോടൈപ്പിൽ എന്തൊക്കെ കോഴ്സുകൾ, ഇപ്പോൾ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, സൈബർ സെക്യൂരിറ്റി, മെഷീൻ ലേണിംഗ്, ഇതെല്ലാം ഇതിൽ തന്നെ പല ടെക് സ്റ്റാക്കുകളുണ്ട്. ഇപ്പോൾ പൈത്തൺ വെച്ചിട്ട് പഠിക്കാം, മേൺ സ്റ്റാക്ക് വെച്ചിട്ട് പഠിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ പഠിക്കാം, പല ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ഇന്ന് പക്ഷേ AI വന്നോട് കൂടിയിട്ട് ലാംഗ്വേജസ് ഡിപ്പെൻഡ് മാറ്റിയിട്ട് AI വെച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത്രയും ഡീപ്പായിട്ട് കോഡിംഗ് ഒന്നും ഇന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മൊത്തം സ്ട്രക്ചർ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മൾ ഫുള്ള് പ്യുവർലി കോഡിംഗ് ആയിരുന്നു, ഒരുപാട് പണിയാണ്, ലൂപ്പ് അത് ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര സ്കില്ലായിട്ട് പഠിക്കണം. ഇന്നത് ബേസിക് പഠിക്കണം, ഇൻ്റർവ്യൂസിന് അത് തന്നെയാണ് ചോദിക്കുന്നത്. അതേസമയം കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, സൊല്യൂഷൻ ബിൽഡർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടാക്കിയാണ്. അപ്പോൾ ഒരു ബേസിക് സംഭവങ്ങൾ ഇന്ന് പഠിക്കുന്നതിന് പകരം കൂടുതലും വലിയ വലിയ അപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്ത് പഠിക്കുക, അത് വലിയ വലിയ എഞ്ചിനീയേഴ്സ് അവരെ റിവ്യൂ ചെയ്യുക. അപ്പോൾ അവരെല്ലാ ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഏത് കമ്പനിയിലും കയറി വർക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലോട്ട് മാറ്റുക എന്നുള്ളത്, ആ രീതിയിലാണ് ഉള്ളത്. ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളോട് ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടർ എന്നുള്ള നിലയിൽ, ഒരു ജോബ് പ്രൊവൈഡർ എന്നുള്ള നിലയിൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? അവരുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അവരെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക, വീട്ടിലിരുന്ന് പഠിക്കുക. നമ്മുടെ ചാനൽ അവർക്ക് സപ്പോർട്ട് ഉണ്ട്. IT-ലോട്ട് സ്കില്ല് സെറ്റ് ചെയ്ത് നോക്കാനും ട്രൈ ഔട്ട് ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാലുണ്ട്.